ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നാലാമത്തെ ക്ലാസ് ആണ്. ഫ്രീ ക്ലാസ്സിലെ നാലാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തോടു കൂടി നമ്മളെ ക്ലാസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 സ്റ്റിച്ചാണ് പഠിക്കാൻ പോണത്. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് ഞാനിവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് നമ്മൾ ഒരു ഇതാക്കിയിട്ട് തന്നെയാണ് ഒരു ത്രെഡ് ഒരു 2 ലെയർ ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഇതിലാണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വെറുതെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കെട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. നമ്മൾ ഈ ഒരു വരച്ച വരയുടെ ഫസ്റ്റിൽ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കുത്തിയെടുത്തോടുത്തുനിന്ന് വീണ്ടും സൂചി കുത്തിയിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ സൂചി കുത്തി പൊക്കിയെടുക്കുക. ഓക്കെ, ഈ പൊക്കി എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചിറ്റി കൊടുക്കാൻ പാടില്ല, അതുപോലെ ഇങ്ങനെ ചിറ്റി കൊടുക്കാൻ പാടില്ല ചെരിഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ചിറ്റി കൊടുക്കുന്നത് നമ്മളെ ഈ ഒരു സൂചിയുടെ ഇപ്പുറത്തേക്കാണല്ലോ നമ്മൾ കുത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണല്ലോ കുത്തിയെടുത്തതിന്റെ നീഡിലിന്റെ ഈ ഒരു ഭാഗത്താണ് കുത്തിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ത്രെഡ് ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് സൂചിനെ ചിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചിറ്റിയിട്ട് നമ്മൾ ഈ ഒരു സൂചി ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കും. ഇതൊരു ചെയിൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ തന്നെ അടുത്ത ചെയിന് ഇതുപോലെ സൂചി കുത്തി പൊക്കി എടുക്കുക. ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിനിന് സൂചി കുത്തി പൊക്കി എടുക്കുക, ഈ ചെയിനിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഈ ഒരു ത്രെഡ് ഇതുപോലെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിറ്റാൻ പാടില്ല. നമ്മൾ ത്രെഡ് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ ഈ ഒരു കൈയിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ചിറ്റി എടുക്കേണ്ടത്, ഈ ഒരു സൈഡിൽ കൂടെയാണ് ചിറ്റി എടുക്കേണ്ടത്. ഓക്കെ, അത് ഈ ത്രെഡിന്റെ അടിയിലേക്കൊന്നും നീഡിലിന്റെ അടിയിലേക്കൊന്നും വരാൻ പാടില്ല. ഈ നീഡിലിന്റെ മുകളിൽ കൂടെ തന്നെ ഈ ഒരു നീഡിലിനെ ചുറ്റി കൊടുക്കുക. ഓക്കെ, ചുറ്റിയതിന് ശേഷം മെല്ലെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അടുത്തത് ചെയ്യാം. അടുത്തത് ചെയ്യുമ്പോഴും നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് സൂചി ഒരേ വലുപ്പത്തിലായിരിക്കണം. നമ്മൾ ഇതിന്റെ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് സൂചിനെ കുത്തി പൊക്കി നിർത്തുക. അതിനുശേഷം ഈ ഒരു ത്രെഡ് കൊണ്ട് നമ്മൾ സൂചിനെ ചുറ്റി കൊടുക്കുക, എന്നിട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് ചെയിൻ സ്റ്റിച്ച് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇത് വേറൊരു മെത്തേഡിൽ കൂടി ചെയ്യും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് കൂടി പറഞ്ഞുതരാം. ഈ ത്രെഡ് വലുതാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതാണ് പെട്ടെന്ന് കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ത്രെഡ് എപ്പോഴും ചെറുതാക്കി തന്നെ എടുക്കുക. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നീഡിൽ കുത്തി എടുത്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. അതായത് ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. ഓക്കെ, കുത്തി താഴ്ത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ താഴ്ത്തിയിട്ട് ഫുള്ളായിട്ട് താഴ്ത്തരുത്. ഫുള്ളായിട്ട് താഴ്ത്താതെ നമ്മൾ ഈ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് എവിടെയാണോ നമ്മൾ ചെയിന് ഇതാക്കണത് ഇങ്ങനെ ലൂസാക്കിയിട്ട് നിർത്തിയിട്ട് ഇത്ര വലുപ്പത്തിലാണ് ചെയിൻ ചെയ്യണത്. ഇനി ഇതിനെക്കാട്ടി ചെറുതാണെങ്കിൽ അപ്പൊ ഒന്നും കൂടി ഊരിയിട്ട് അടുത്ത് കുത്തുക. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് സൂചി ഇറക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഇറക്കരുത്, ഇവിടെ കുറച്ച് നിർത്തുക. ഇങ്ങനെ ഒരു ഈ ഒരു വിരൽ കൊണ്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പിന്നെ അടിയിൽ നിന്ന് സൂചി കുത്തിയെടുക്കുന്നത് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മളെ ചെയിനിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് സൂചി കുത്തിയെടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. 2 മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്ന്, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് ആ രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ ഈ ഒരു സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് ഇതാ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് സൂചി താഴ്ത്തി കൊടുക്കുന്നത്.
എന്നിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ത്രെഡ് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഓക്കെ.